السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും തൻ്റെ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 125 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്. 125. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 126 മുതലുള്ള വചനങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ആയത്താണ് എടുത്തത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിച്ചുവെന്നും അത് അദ്ദേഹം പൂർത്തീകരിച്ചുവെന്നും അദ്ദേഹത്തെ അള്ളാഹു ജനങ്ങൾക്ക് മുഴുവൻ ഇമാമായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തുവെന്നും, എന്നാൽ ആ ഇമാമത്തിൻ്റെ സ്ഥാനം അതിൻ്റെ മക്കൾക്ക് കൂടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മക്കളിലെ എല്ലാ ആളുകൾക്കും അത് കിട്ടില്ല. തെറ്റുകാരായ അക്രമികളായ മക്കളുടെ വിഷയത്തിൽ അള്ളാഹു ആ കരാർ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഹറമിനെ അല്ലെങ്കിൽ കഅബാലയത്തെയും അതിൻ്റെ പരിസരത്തെയും അള്ളാഹു അമ്നുള്ള നിർഭയത്വമുള്ളതാക്കി മാറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കി. വിശ്വാസികളുടെ ആകമാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം പടുത്തുയർത്താൻ വേണ്ടി കയറി നിന്ന ആ സ്ഥലത്തെ ഒരു നമസ്കാരത്തിൻ്റെ സ്ഥാനമായി സ്വീകരിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അതിനുശേഷം ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അള്ളാഹു പറഞ്ഞത്, ആ മന്ദിരത്തിലേക്ക്, കഅബാലയമെന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ബൈത്തുള്ളയിലേക്ക് തവാഫ് ചെയ്യാൻ വരുന്നവർ, നമസ്കരിക്കാൻ വരുന്നവർ, ഇഅ്തികാഫിരിക്കാൻ വരുന്നവർ, ഇവർക്കൊക്കെ വേണ്ടി ആ കഅബാലയത്തെ ശുദ്ധീകരിക്കണമെന്ന ഒരു കൽപ്പന കൂടി വാപ്പക്കും മകനും അള്ളാഹു നൽകി. അതിൻ്റെ തുടർച്ചയായി അള്ളാഹു സുബ്ഹാനഹു തആല വീണ്ടും പറയുകയാണ് 126-ാമത്തെ വചനത്തിൽ. നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا وَارْزُقْ أَهْلَهُ مِنَ الثَّمَرَاتِ مَنْ آمَنَ مِنْهُمْ بِاللَّهِ وَالْيَوْمِ الْآخِرِ قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. وإذ قال إبراهيم. إذ قال പറഞ്ഞ സന്ദർഭത്തെ അറിയിക്കാനാണ് ഇദ് എന്ന ഹർഫ് ഉപയോഗിക്കുക. പറഞ്ഞ സന്ദർഭത്തെ, ആ സന്ദർഭത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ സൂറത്തുൽ ബഖറയിൽ ഇദ് എന്ന പദം വിശദീകരിച്ചതാണ്. അപ്പോൾ ഇദ് ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. റബ്ബി ജഅൽ ഹാദാ, റബ്ബി, റബ്ബി എന്ന വിളിയാണ് അവിടെ. എൻ്റെ റബ്ബേ എന്നാണ്. അവിടെ ഒരു യാ ഉണ്ട്, റബ്ബി. ആ യാ അവിടെ എന്താണ്? മഹ്ദൂഫാണ്. അവിടെ ഓത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്തിരിക്കുകയാണ്? അവിടെ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ആ വിളിയുടെ ഉദ്ദേശം എന്താണ്? എൻ്റെ റബ്ബേ എന്നാണ്. ഓക്കെ.
അപ്പോൾ അവിടെ ബാഇന് കെസറിട്ടുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. റബ്ബി, എൻ്റെ റബ്ബേ. ഇജ്അൽ, ജഅല യജ്അലു ജഅലൻ, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ എഴുതിയ വാക്കാണ് ജഅല, ആക്കി. ഇവിടെ അമ്രൻ, റബ്ബി ജഅൽ, അള്ളാഹുവെ നീ ആക്കണം. അമ്രാണെങ്കിലും അതൊരു അപേക്ഷയുടെ രൂപത്തിലാണ്. അള്ളാഹുവെ നീ ഞങ്ങളെ, അള്ളാഹുവെ ആക്കണം. ഇജ്അൽ, നീ ആക്കണം. ഹാദാ, ഇതിനെ. ഏതിനെയാണ് അവിടെ ആക്കണമെന്ന് പറഞ്ഞത്? നോക്കൂ, അതിനുശേഷമുള്ള വാചകം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. ബലദൻ ആമിന, നിർഭയത്വമുള്ള ഒരു നാടാക്കി ഇതിനെ മാറ്റണം. ഏതിനെ? കഅബാലയത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്തെ. എന്നിട്ട് പിന്നീട് പറയുകയാണ് വർസുഖ്. വർസുഖ് എന്ന് പറഞ്ഞാൽ റിസ്ക് നൽകണം, ഉപജീവനം നൽകണേ. റസഖ ഇർസുഖു റിസ്ഖൻ, റിസ്ഖൻ, ഉപജീവനം നൽകുകയും വേണം. അഹ്ലഹു, അഹ്ല എന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾ, ആളുകൾ. അഹ്ലഹു, അതിൻ്റെ ആളുകൾ, ആ നാട്ടിലെ ആളുകൾക്ക് നീ എന്ത് ചെയ്യണം? റിസ്ക് നൽകണം. മിനസ്സമറാത്ത്, കായ്ക്കനികളിൽ നിന്ന്. ആർക്കൊക്കെയാണ് നൽകേണ്ടത്? മൻ ആമന മിൻഹും, ആ നാട്ടിൽ ജീവിക്കുന്നവരിൽ നിന്ന്. ആമന, വിശ്വസിച്ചു. മൻ ആമന, വിശ്വസിച്ചവർ. മിൻഹും, അവരിൽ നിന്ന്. ബില്ലാഹി, അല്ലാഹുവിൽ. വൽ യൗമിൽ ആഖിർ, പരലോകത്തിലും വിശ്വസിച്ചവർ. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത് ചോദിച്ചെന്താണ്? ഈ നാടിനെ നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണം. രണ്ടാമത് ചോദിച്ചത് നിർഭയത്വം മാത്രം കൊടുത്താൽ പോരാ, പിന്നെന്തും കൊടുക്കണം? അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും കൊടുക്കണം. ആ കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി എന്ത് ചെയ്തു? ഒന്നുകൂടി ആർക്കാണത് കൊടുക്കേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്തു പറഞ്ഞു. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അപ്പം അള്ളാഹ് തിരിച്ചു കൊടുത്ത മറുപടി ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ കഫർ. വമൻ കഫർ, കഫറ എന്ന് പറഞ്ഞാൽ എന്താ? അവിശ്വസിച്ചു, നിഷേധിച്ചു എന്നൊക്കെയാണ്. കഫറ എന്ന ആ വാക്കിൻ്റെ ഭാഷാർത്ഥം എന്താണ്? മറച്ചു വെക്കുക എന്നാണ്. മറച്ചു വെക്കുക, ഒളിപ്പിച്ചു വെക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ സത്യത്തെ ഒളിപ്പിച്ചു വെക്കുന്നത് കൊണ്ടാണ് സാങ്കേതികമായി അവിടെ എന്തർത്ഥം വന്നിട്ടുള്ളത്? സത്യനിഷേധം, അല്ലെങ്കിൽ കുഫ്ർ എന്ന വാക്കിന് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ആയത്തുകളെയും നിഷേധിക്കുന്നതിന് കഫറ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അള്ളാഹ് പറയാണ്, സത്യനിഷേധികൾക്കും എന്തു ചെയ്യും? ഭക്ഷണം കൊടുക്കും, റിസ്ക് കൊടുക്കും. പിന്നെ അള്ളാഹ് പറഞ്ഞു ഫ ഉമത്തിഉഹു, മത്തഅ യുമത്തിഉ. മത്തഅ എന്ന് പറഞ്ഞാൽ സുഖം അനുഭവിപ്പിക്കുക എന്നാണ്. മത്തഅ എന്ന് പറഞ്ഞാൽ സുഖം എടുക്കുക എന്നാണ്. മത്തഅ, സുഖം അനുഭവിപ്പിക്കുക. അള്ളാഹ് ഇവിടെ പറയുകയാണ്, ഞാൻ അവർക്കും ഭക്ഷണം കൊടുക്കും. ഫ ഉമത്തിഉഹു, അവരെ ഞാൻ എന്തു ചെയ്യും? ഖലീലൻ, കുറച്ച് ഞാൻ എന്തു ചെയ്യും? സുഖം അനുഭവിപ്പിക്കും. സുമ്മ, പിന്നീട് അലുത്തൊറുഹു. അലുത്തൊറു, ഇലുത്തൊറ, നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ടാവും. ഇലുത്തൊറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരില്ല. അലുത്തൊറു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരില്ല. പക്ഷെ ഒരായത്തോതിയ ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. ഫമനിലുത്തുറ ഗൈറ ബാഇൻ വലാ ആദ്. അതായത് ഒരാൾ നിർബന്ധിതനായി ഒരാൾ പന്നിമാംസമോ മദ്യമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അള്ളാഹ് ഹറാമാക്കിയ ഒരു കാര്യം നിർബന്ധിതനായി ചെയ്താൽ അവൻ്റെ മേലിൽ എന്തില്ല? തെറ്റില്ല. എന്ന് പറഞ്ഞാൽ ഹറാമായൊരു കാര്യം ഒരാളെ നിർബന്ധിപ്പിച്ച് ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ നിർബന്ധിതനായി ചെയ്യേണ്ടി വന്നു, എങ്കിൽ അവൻ്റെ മേലെന്തില്ല? തെറ്റില്ല എന്ന് പറയാൻ അവിടെ ഉപയോഗിച്ച വാക്യതാണ് ഈ ലുത്തൊറ എന്നാണ്. ഫമനിലുത്തൊറ എന്ന വാക്കാണ്. അപ്പോൾ ഇവിടെ അള്ളാഹ് പറയാണ്, അലുത്തൊറുഹു, ഞാൻ അവനെ നിർബന്ധിച്ചുകൊണ്ട് ഇലാ അദാബിന്നാർ, നരകശിക്ഷയിലേക്ക് ഞാൻ അവനെ നിർബന്ധിച്ചു കൊണ്ടുപോകും. ആർക്ക്?
സത്യനിഷേധികളായ ആളുകളെ. അപ്പോൾ ഒരാളും ഒരു സത്യനിഷേധിയും നരകത്തിലേക്ക് എന്ത് ചെയ്യൂല? തെറ്റ് ചെയ്തവനായിട്ട് സ്വമേധയാ ഒരാളും പോകൂല എന്നാണ്. അതുകൊണ്ടാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചത്. ഞാൻ തെറ്റുകാരനാണ്, ശരിയാണ്, ഞാൻ നരകത്തിൽ പൊക്കോളാം. ഇപ്പം നമ്മൾ ഇവിടെ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ എന്താ പറയുക? ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. കോടതിയുടെ മുന്നിൽ ഒരു കൊലപാതകിയോ ഒരു വ്യഭിചാരിയോ പിടിക്കപ്പെട്ട് വന്നാൽ പറയും ഞാൻ തൂക്കുകയറ് വാങ്ങാൻ തയ്യാറാണെന്ന് പറയും. പക്ഷെ നാളെ ഒരു മനുഷ്യനും ആ നരകത്തിലേക്ക് എന്ത് ചെയ്യൂല? മനസ്സുകൊണ്ടറിഞ്ഞു പോകൂല. അപ്പം അത്തരം സത്യനിഷേധികൾ അള്ളാഹ് എന്ത് ചെയ്യും? നിർബന്ധിതനാക്കുമെന്നാണ്. നരകത്തിൽ പോയേ പറ്റുള്ളൂ, വേറൊരു ചാൻസ് ഇവിടെ ഇല്ല. സത്യനിഷേധികളുടെ കാര്യമാണ്. വബിഅ്സൽ മസീർ, അവരുടെ സങ്കേതം, അവർക്ക് മടങ്ങിച്ചെല്ലാനുള്ള സങ്കേതം എത്രയോ മോശമാണ്. ബിഅ്സ എന്ന് പറഞ്ഞാൽ മോശം. ആ വാക്കൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതായതുകൊണ്ടാണ് ഞാനതിലേക്ക് പോകാത്തത്. അപ്പോൾ നോക്കൂ, ഈ ആയത്തൊന്ന് വിശദീകരിക്കേണ്ട ഒരായത്താണ്. ഒന്നാമത് മഹാനായ ഇബ്രാഹിം നബി ചോദിച്ചെന്താണ്? എന്താ ചോദിച്ചത്? ഈ രാജ്യത്തെ നിർഭയത്വമുള്ള രാജ്യമാക്കണം. യഥാർത്ഥത്തിൽ ഇതിന് സമാനമായ ഒരു വാചകം സൂറത്തു ഇബ്രാഹീമിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും സൂറത്തു ഇബ്രാഹിം ഒന്നെടുക്കോ? സൂറത്തു ഇബ്രാഹിം ഒന്നെടുക്ക്. സൂറത്തു ഇബ്രാഹിം. ഇബ്രാഹിം നബീനെ പറ്റി പറയണോണ്ട് നമുക്കൊന്ന് ഇബ്രാഹീമിലേക്ക്, സൂറത്തു ഇബ്രാഹീമിലേക്കൊന്ന് പോകണം. അതിൻ്റെ 35-ാമത്തെ ആയത്ത്. 35 എത്രാമത്തെ അധ്യായമാണ്? സൂറത്താണ് സൂറത്തു ഇബ്രാഹിം? 14. എടുത്തു കാണുമെന്ന് വിചാരിക്കുന്നു. അതിലെ 35-ാമത്തെ ആയത്ത്. അതിൽ പറയുകയാണ് ഇദ് ഖാല ഇബ്രാഹീമു. ഇവിടെ പറഞ്ഞ അതേ ശൈലിയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. അവിടെയും ചോദിച്ചെന്താണ്? ഈ രാജ്യത്തെ അള്ളാഹുവെ നിർഭയത്വമുള്ള രാജ്യമാക്കി മാറ്റണം. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഭാഷാപരമായി ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, സൂറത്തുൽ ബഖറയിലെ പ്രാർത്ഥന ശ്രദ്ധിക്കണേ. സൂറത്തുൽ ബഖറയിലെ പ്രാർത്ഥന എന്താണ്? റബ്ബി ജഅൽ ഹാദാ, ഇതിനെ നീ ആക്കണം, ബലദൻ ആമിന, നിർഭയത്വമുള്ള രാജ്യമാക്കി. എന്നാൽ ഇബ്രാഹിമിൽ പറഞ്ഞതോ റബ്ബി ജഅൽ ഹാദൽ ബലദ്, ഹാദൽ ബലദ്, ഈ രാജ്യത്തെ നീ എന്താക്കണം? നിർഭയത്വമുള്ള രാജ്യമാക്കണം. അപ്പം അത് രാജ്യമായി. മുമ്പ് അതെന്തായിട്ടില്ല? രാജ്യമായിട്ടില്ല. ഹാദാ, ഈ നാടിനെ, ബലദൻ ആമിന, നിർഭയത്വമുള്ളൊരു രാജ്യമാക്കി മാറ്റണം. പക്ഷെ ഇവിടെ ഇബ്രാഹിമിലോ ഇതിനെന്നും അല്ല പറഞ്ഞത്, ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ളതാക്കണം. അപ്പോൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ കാണാം, സൂറത്തുൽ ബഖറയിൽ അതിൻ്റെ 126-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഇബ്രാഹിം നബി തൻ്റെ ഭാര്യ ഹാജറിനെയും കൈക്കുഞ്ഞ് ഇസ്മായിലിനെയും ആ ആരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയി ആക്കി തിരിച്ചു പോരുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയാണ്. അന്ന് കഅബാലയം എന്ത് ചെയ്തിട്ടില്ല? പടുത്തുയർത്തപ്പെട്ടിട്ടില്ല. കഅബാലയം ഉയർത്തപ്പെടുന്നതിന് മുമ്പായിരുന്നു ആ പ്രാർത്ഥന. ആ പ്രാർത്ഥന അവിടെ കൊണ്ടുപോയി ആക്കിയ കുടുംബത്തിനും ഇനി ആ കുടുംബത്തിലേക്ക് വന്നു ചേരാനിരിക്കുന്ന ആളുകൾക്കും അവർക്ക് എന്തു കൊടുക്കണം? നിർഭയത്വം കൊടുക്കണം. എന്നാൽ ഈ സൂറത്ത് ഇബ്രാഹിമിൽ പറഞ്ഞതോ അവിടെ അതൊരു രാജ്യമായി. കഅബാലയം പടുത്തുയർത്തതിന് ശേഷം അതൊരു അറിയപ്പെട്ട നാടായി മക്ക മാറിക്കഴിഞ്ഞു. കഅബ പടുത്തുയർത്തപ്പെട്ട് ആ കഅബക്കും ആ നാടിനും നിർഭയത്വമുള്ളൊരു നാടായി മാറിയപ്പോൾ ഇബ്രാഹിം നബി പറയുകയാണ് റബ്ബി ജഅൽ ഹാദൽ ബലദ്, ഈ രാജ്യത്തെ. അപ്പോൾ രാജ്യമായി. അത് കഅബാലയം പടുത്തുയർത്തിയതിന് ശേഷമുള്ള പ്രാർത്ഥനയാണ് ആ രാജ്യത്തിൻ്റെ അഹ്ലുകാർക്കെന്നാണ്. ഇങ്ങനെയാണ് പണ്ഡിതന്മാരതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഒരു പ്രവാചകൻ തൻ്റെ കുടുംബത്തെ ആരാരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ആക്കിയപ്പോൾ ആദ്യം ചോദിച്ചത് എന്താണ്? നിർഭയത്വമാണ്, അമ്നാണ്. അമ്നാണ് ഒരു മനുഷ്യന് ആദ്യം കിട്ടേണ്ടത്. അടിസ്ഥാനപരമായ ഒരു
സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കിട്ടേണ്ടത് എന്താണ്? അമ്നാണ്, നിർഭയത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യം നമ്മളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞത് എന്തിനെ തൊട്ടാണ്? എന്തിനെ തൊട്ടാ? നിങ്ങൾ ആയത്തോത് അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കുമെന്ന്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം. നിങ്ങളെ തീർച്ചയായും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതിലൊന്നാമത് പറഞ്ഞെന്താണ്? ഭയമാണ്. രണ്ടാമതാണ് എന്ത് പറഞ്ഞത്? വൽ ജൂ, വിശപ്പ്. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്ന് ഇബ്രാഹിം നബി എന്ത് ചെയ്യാണ്? ആ നാടിന് വേണ്ടി നിർഭയത്വവും ഭക്ഷണവും അതിൻ്റെ ആളുകൾക്ക് റിസ്ക്കും ചോദിക്കുകയാണ്. അപ്പം നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയാൽ നമ്മളിലേക്ക് ആദ്യം പരീക്ഷണം വരുന്നത് ഭയത്തിലൂടെയാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളാണ്, ഞാൻ നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ ജോലി സ്ഥാപനത്തിൽ നല്ലൊരു പോസ്റ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ടെർമിനേഷൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊരു വാർത്ത വരികയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ടെൻഷൻ ഉണ്ടാവും? അല്ലേ? നമ്മൾ നല്ല രൂപത്തിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബിസിനസ്സിൻ്റെ ഇടയിൽ ബിസിനസ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാണ്? ഒരു ക്രൈസ് ബാധിച്ച് അത് നഷ്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടാവും? ഉറക്കത്തിലുണ്ടാവും ചിന്ത, ഉണർച്ചയിലുണ്ടാവും ചിന്ത, ആകെ ഒരു ഭയമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയൊരു വർഷമാണ് 2020 മാർച്ച് എന്ന് പറയുന്നത്. ലോകത്തെ മുഴുവൻ മനുഷ്യരെയും വീടടച്ച് ഭയന്നുകൊണ്ടിരുന്നു. എന്തിനാ അവർ ഭയന്നത്? കണ്ണുകൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തൊരു വൈറസിനെയാണ് അവർ ഭയന്നത്. അള്ളാഹുവിന് ഒരു മനുഷ്യനെ ഭയപ്പെടുത്താൻ ആനേനൊന്നും വേണ്ട, പിന്നെ ഒരു വൈറസിന് മതി. ആലോചിക്കണം നമ്മൾ. അപ്പം അള്ളാഹു ആദ്യം നമ്മളെ പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഭയം കൊണ്ടായിരിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരൊക്കെ വലിയ ഭരണാധികാരിയുടെ മുന്നിലേക്ക് ദഅവത്തിന് വേണ്ടി പോയതാണ്. അവരുടെ മനസ്സിൽ ആദ്യം ഒരു പ്രബോധകൻ എന്ന നിലക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും? ഭയമാണ്. നമ്മളും ദഅവാ രംഗത്ത് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹ് ആദ്യം പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഭയം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി എന്ന ഏറ്റവും വലിയ നേതാവ് ആദ്യം അള്ളാഹിനോട് ചോദിച്ച, റബ്ബേ നിർഭയത്വം നൽകണം. അപ്പം ഈ നാടിനെ, സ്വന്തം ഭാര്യയെയും കൈക്കുഞ്ഞിനെയും ആക്കിപ്പോയ ആ നാടിനെ ഇബ്രാഹിം നബി പറയാൻ, റബ്ബേ ഇവർക്ക് എന്തു കൊടുക്കണം? നിർഭയത്വം കൊടുക്കണം. എന്തിൽ നിന്ന്? മിനൽ ഖൗഫ്. ഇനി ഇബ്രാഹിം നബി ആക്കിപ്പോയ നാടിൻ്റെ അവസ്ഥ എന്താണ്? ആ നാടിൻ്റെ അവസ്ഥയെപ്പറ്റി ഇബ്രാഹിം നബി പറയുന്നുണ്ട്, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എൻ്റെ മക്കളിൽ നിന്ന് ഞാൻ ചിലരെ ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ്? ബിവാദിൻ, ഒരു താഴ്വരയിലാണ്. ഗൈരി ദി സർഇൻ, ഒരു കൃഷിയുമില്ലാത്തടത്താണ് റബ്ബേ ഞാൻ ആക്കിയിട്ട് പോണത്. പക്ഷെ എവിടെയാണ്? ഇൻദ ബൈതകൽ മുഹറം, നിൻ്റെ ഹറമിൻ്റെ അടുക്കൽ, നിൻ്റെ വീടിൻ്റെ അടുക്കലാണ് ഞാനത് ആക്കിയിട്ട് പോണത്. അപ്പോൾ ഒരു പിതാവ് മക്കളെ പഠിക്കാൻ കൊണ്ടേ ആക്കുകയാണ്. ഉദാഹരണം പറയാമല്ലോ, നമുക്കായാലും നമ്മുടെ ഭാര്യനെയും മോനെയൊന്നും ഇതുപോലെ എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല, എവിടെയെങ്കിലും കൊണ്ടിങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോരേണ്ടി വന്നിട്ടില്ല. നമ്മൾ പക്ഷെ നമ്മുടെ മക്കളെ ഒന്ന് പഠിക്കാൻ ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ഇബ്രാഹിം നബിയിൽ മാതൃകയുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ മകന് റബ്ബേ ഇവിടെ എന്തു കൊടുക്കണം? നിർഭയത്വം കൊടുക്കണം. നമ്മുടെ മക്കളെയൊക്കെ പല സ്റ്റേറ്റിലാണ് ഇപ്പോൾ എന്ത് ചെയ്യാൻ പഠിക്കാനുള്ള അവസരം കിട്ടണത്. അവിടെ നമ്മൾ ആക്കിയിട്ട് പോരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചിന്ത എന്തായിരിക്കും? പടച്ചവനെ ഇവിടുത്തെ അവസ്ഥ എന്താണ്? എന്ത് ധൈര്യത്തിൽ ഞാനിപ്പോൾ എൻ്റെ മോനെ ഇവിടെ ആക്കിയിട്ട് പോരും എന്നൊരു ബേജാറുണ്ടാവും. ഒരു വാപ്പ എന്ത് ചെയ്യണം? റബ്ബേ എൻ്റെ മകനെ ഈ നാട്ടിൽ എന്ത് കൊടുക്കണം? നിർഭയത്വം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ആ ഒരു വാപ്പയിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ് ഭയത്തിൽ നിന്ന് അവന് നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ കഴിയണം. നോക്കൂ നിങ്ങൾ, മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കുടുംബത്തെ മിസ്റിലേക്ക് എത്തിയപ്പോൾ അവരെ സ്വീകരിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ ആമിനീൻ, നിങ്ങൾ നിർഭയത്വത്തോടു കൂടി ഈ മിസ്റിലേക്ക് പ്രവേശിച്ചു വന്നു. ഈ നാട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട? പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നമ്മൾ ജീവിക്കുന്ന ഈ നാട്
ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ഒന്നാമത്തെ അവകാശം എന്താണ്? ഒന്നാമത്തെ അവകാശം നിർഭയത്വം. ഈ നാട്ടിൽ ഏത് രാത്രിയും എന്ത് ചെയ്യാം? ഏത് മനുഷ്യനും ഇറങ്ങി നടക്കാം, പേടിയില്ലാതെ നടക്കാം. എല്ലാ രാജ്യവും അതിൻ്റെ ഭരണാധികാരികൾ അതിൻ്റെ അവിടുത്തെ പ്രജകൾക്ക് ആദ്യം കൊടുക്കേണ്ടതും എന്താണ്? ഈ നാട്ടിൽ നിർഭയത്വമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി പോലും ആയിട്ടില്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് ഇബ്രാഹിം നബി എന്ത് പ്രാർത്ഥിച്ചു? ആ നാടിന് നിർഭയത്വം നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും ജീവിക്കുന്ന നാടിന് നമ്മൾ നിർഭയത്വം തേടണം. ഇബ്രാഹിം നബി അവിടെ സ്ഥിരതാമസമാക്കിയിട്ടില്ല. ഇബ്രാഹിം നബിയുടെ സ്ഥിരതാമസം എവിടെയാണ്? ഫലസ്തീനിലാണ്. ഭാര്യയുടെയും മക്കളെയും കൊണ്ടാക്കിയതോ മക്കയിലാണ്. അപ്പം നമ്മളിപ്പോൾ ജീവിക്കാൻ എവിടെയാണ്? നമ്മൾ ഇമാറാത്തിലാണ്. നമ്മുടെ ജീവിതം ഇമാറാത്ത്. നമ്മുടെ ഭാര്യയുടെ മക്കളുടെയൊക്കെ ജീവിതം എവിടെ ഇരിക്കും? നമ്മുടെ നാട്ടിലുമാണ്. അപ്പം നമ്മൾ ജീവിക്കുന്ന നാടിനും നമ്മുടെ കുടുംബം ജീവിക്കുന്ന നാടിനും നമ്മൾ എന്ത് ചെയ്യണം? നിർഭയത്വത്തിന് വേണ്ടി നമ്മൾ തേടണം. റബ്ബേ, ഈ രാജ്യത്തെ, ഈ നാടിനെ നീ എന്താക്കണം? നിർഭയത്വമുള്ള രാജ്യമാക്കി മാറ്റണേ എന്ന്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആലയോട് ഇബ്രാഹിം നബി ചോദിച്ചു, വർസുഖ്, റിസ്ക് നൽകണം. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് റിസ്ക്? റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, പിന്നെയോ അതിലെന്തു പെടും? നമ്മൾ ശ്വസിക്കുന്ന വായു പെടും, നമ്മൾ കുടിക്കുന്ന വെള്ളം പെടും, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അങ്ങനെ ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്താണ്? റിസ്ക്കാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇബ്രാഹിം നബി ചോദിച്ചു, വർസുഖ്, നീ റിസ്ക് നൽകണം. അഹ്ലഹു, ആ നാടിൻ്റെ ആളുകൾക്ക്. എന്തിൽ നിന്നാണ് റിസ്ക് നൽകേണ്ടത്? മിനസ്സമറാത്ത്, കായ്ക്കനികളിൽ നിന്ന് റിസ്ക് നൽകണം. എന്താ കായ്ക്കനികൾ എന്ന് പറയാൻ കാരണം? പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചു. തഫ്സീറിൽ കാണാം, ഇബ്രാഹിം നബി എന്തുകൊണ്ടാണ് സമറാത്ത് എന്ന് പറഞ്ഞത്? സമറാത്ത് എന്ന സമർ എന്ന് പറഞ്ഞാൽ ഫലം, ഫ്രൂട്ട്സ് എന്നൊക്കെയാണ്. അത് യഥാർത്ഥത്തിൽ മരങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന കായ്ക്കനികളെയാണ് എന്തു പറയുക? സമറാത്ത് എന്ന് പറയുക. മക്കയിൽ എന്തില്ല? കൃഷിയില്ല. അതുകൊണ്ടാണ് ബിവാദിൻ ഗൈരി ദി സിറൈൻ, കൃഷിയില്ലാത്തൊരു താഴ്വരയിലാണ് ഞാൻ എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും കൊണ്ടാക്കിയിട്ടുള്ളത്, മകനെയും കൊണ്ടാക്കിയിട്ടുള്ളത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബിയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു സംഭവം ഇബ്രാഹിം നബിയെ പറ്റി റസൂൽ അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ആ നാട്ടിൽ ഇബ്രാഹിം നബി ഭാര്യയെയും മകനെയും ആക്കുന്ന നാട്ടിൽ അന്ന് കൃഷിയില്ലായിരുന്നു. അന്ന് കൃഷി ഉണ്ടായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി എന്ത് ചെയ്യുമായിരുന്നു? ആ കൃഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? ഇബ്രാഹിം നബി മകനെയും ഹാജറിനെയും റളിയല്ലാഹു അൻഹയെ കൊണ്ടൊന്ന് ആക്കിയിട്ട് പോയിട്ട് പിന്നെ പല തവണയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ച് മക്കത്തേക്ക് വന്നിട്ടുണ്ട്. ആ വന്ന കൂട്ടത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി ഒരു വരവ് വന്നു. അത് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വന്നു, വീട്ടിൽ വന്നു, ഇസ്മായിലിനെ തിരക്കി. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യ പറഞ്ഞു, ഇസ്മായിൽ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുകയാണ്. ഇബ്രാഹിം നബി എന്ത് ചെയ്തു? മരുമോളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു, എന്തൊക്കെ വിശേഷങ്ങൾ, എങ്ങനെ പോകുന്നു ജീവിതം? അപ്പം മരുമോൾ പറഞ്ഞു, ഭയങ്കര ശദീദാണ്, കഷ്ടപ്പാടാണ്, പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര പ്രയാസത്തിലാണ് ജീവിച്ചു പോണത്. അപ്പോൾ ഇസ്മായിൽ നബി എന്നെ കൊണ്ട് നടക്കണില്ല എന്നൊക്കെയുള്ള രൂപത്തിലാണ് പറഞ്ഞത്. തിരിച്ചുപോയി. അപ്പോൾ പറഞ്ഞു, ഇസ്മായിൽ വരുമ്പോൾ എൻ്റെ സലാം പറയണം, എന്നിട്ട് പറയണം എന്ത് ചെയ്യണം? ഗയ്യിർ അത്തബത്ത ബാബിക്, നിൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടി മാറ്റി വെക്കാൻ കൂടി പറഞ്ഞു എന്ന് പറയണം. പോയി. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? വന്നപ്പോൾ ഇവിടെ ഒരാൾ വന്നു എന്നുള്ളത് മനസ്സിലായി. ആരാ വന്നെന്ന് ചോദിച്ചു. ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ വന്നു. അപ്പോഴും മനസ്സിലായിട്ടില്ല അത് ഇസ്മായിൽ നബിയുടെ ഉപ്പയാണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായിട്ടില്ല. ആ ഒരു വൃദ്ധനായ മനുഷ്യൻ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്മായിൽ നബി പറഞ്ഞു, അതെൻ്റെ ഉപ്പയാണ്. അപ്പോൾ താങ്കളോട് സലാം പറഞ്ഞിട്ടുണ്ട്, അതേപോലെ വീടിൻ്റെ ഉമ്മറപ്പടി മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു.
പറഞ്ഞത് അൻ ഉഫാരിഖുക, നിന്നെ തൊലാക്ക് ചൊല്ലാനാണ് പറഞ്ഞത്. കാരണം നിന്നെ എനിക്ക് പറ്റിയ ആളല്ല എന്ന്. അങ്ങനെ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരിക രണ്ടാമത്. അപ്പോൾ ഇസ്മായിൽ നബിയുടെ മറ്റൊരു ഭാര്യയാണ്. ആ ഭാര്യയുടെ അടുക്കൽ വന്നിട്ട് ഇബ്രാഹിം നബി ചോദിച്ചു, എങ്ങനെയുണ്ട് ജീവിതം, എൻ്റെ മോനോടൊപ്പമുള്ള ജീവിതം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ പറഞ്ഞു, നല്ല മനുഷ്യനാണ്, റാഹത്താണ് ജീവിതം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അപ്പോൾ എന്താ ഭക്ഷണമുള്ളതെന്ന് ചോദിച്ചു. ഇറച്ചിയുണ്ട്, കുടിക്കാൻ എന്താ വെള്ളമുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി ഒരു പ്രാർത്ഥന നടത്തി, നിങ്ങളുടെ ആ ഇറച്ചിയിലും നിങ്ങളുടെ ആ വെള്ളത്തിലും അള്ളാഹു എന്ത് തരട്ടെ, ബർക്കത്ത് തരട്ടെ. ഇത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവിടെ കൃഷിയില്ലായിരുന്നു, ധാന്യമില്ലായിരുന്നു. ധാന്യം അതുണ്ടായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി എന്ത് ചെയ്യുമായിരുന്നു, ആ ധാന്യത്തിന് വേണ്ടി ബർക്കത്തുണ്ടാകാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്ന സംഭവമാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ചോദിച്ചത് സമറാത്ത്, കായ്ക്കനികൾ നൽകണമെന്നാണ്. കായ്ക്കനികൾ ആ നാട്ടിൽ തന്നെ ഉണ്ടാകണമെന്നില്ല, വേറെ പല നാടുകളിലുള്ള കായ്ക്കനികളും എന്ത് ചെയ്യാം, അവിടേക്കെത്താം. ഏതുപോലെ അതിനെപ്പറ്റി സൂറത്തുൽ ഖസസിൽ അള്ളാഹു പറയുന്നുണ്ട്, അവലം നുമക്കിൻ ലഹും ഹറമൻ ആമിന. അള്ളാഹ് പറയുന്നുണ്ട്, നാം നിങ്ങൾക്ക് നിർഭയത്വമുള്ള ഒരു ഹറമിനെ സൗകര്യപ്പെടുത്തി തന്നില്ലേ. അറബികളോട് അള്ളാഹു അനുഗ്രഹത്തെപ്പറ്റി പറയാണ്, നിങ്ങൾക്കൊരു നിർഭയത്വമുള്ള ഹറമിനെ ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തന്നില്ലേ. കാരണം എന്താ, അറബികൾ പോലും ആ ഹറമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാറില്ല, യുദ്ധം ചെയ്യാറില്ല. പിന്നീട് പറയാണ്, യുജുബാ ഇലൈഹി സമറാത്ത് കുല്ലി ഷൈഇൻ റിസ്ഖ, എല്ലാ വസ്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് കായ്ക്കനികളെ അള്ളാഹു നിങ്ങൾക്കുള്ള ഭക്ഷണമാക്കി അവിടേക്ക് യുജുബ എത്തിക്കുന്നു. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാക്കാണത്. ഒന്ന് ആലോചിച്ച് നോക്ക്, മക്കത്ത് ലോകത്തുള്ള എല്ലാ നാടുകളിൽ നിന്നുള്ള ഫ്രൂട്ട്സ് എവിടെ എത്തുന്നുണ്ട്, മക്കത്തെത്തുന്നുണ്ട്. അവിടേക്ക് അള്ളാഹു കൊണ്ടുവരും. യുജുബ ഇലൈഹി. അന്നത്തെ അറബികൾ യാത്ര ചെയ്യാൻ പോയ സിറിയയിലേക്കും ഷാമിലേക്കും യമനിലേക്കും അങ്ങനെ എല്ലാ നാടുകളിലേക്കും പോയ തിരിച്ചു വരുമ്പോൾ എന്തും കൊണ്ടാണ് വരിക, അവിടുത്തെ ഭക്ഷണവും കൊണ്ടാണ് വരിക. അറബികളുടെ ഒരു പ്രത്യേകതയുണ്ട്, അവൾ മനസ്സിലാക്കണം. അറബികൾ മക്കത്ത് നിന്ന് സിറിയയിലേക്ക് കച്ചവടച്ചരക്കുമായിട്ട് പോയാൽ ആ കച്ചവടച്ചരക്ക് അവിടെ വിറ്റതിന് ശേഷം ആ പൈസക്ക് അവിടെ നിന്ന് ഒരു ചരക്ക് വാങ്ങും, അതുകൊണ്ടുവന്ന് എവിടെ വിൽക്കും, മക്കത്ത് വിൽക്കും. ഏത് നാട്ടിൽ പോയാലും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാലും മക്കയിലേക്ക് എന്തെത്തും, മറ്റ് നാടുകളിലെ ഫോറിൻ കൺട്രീസിലെ ഫുഡ് എവിടെ എത്തും, മക്കത്തെത്തും. അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് ആരാണ്, അള്ളാഹുവാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഖുറൈശിൽ അള്ളാഹു പറഞ്ഞത്, ലിഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ്. ഉഷ്ണത്തിലെയും ശൈത്യത്തിലെയും നിങ്ങൾക്കുള്ള യാത്രക്ക് ഇണക്കമുണ്ടാക്കി തന്നവനാണ് റബ്ബ്. ഫല്യഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കണം, റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിൻ്റെ രക്ഷിതാവിനെ. ഏത് വീടിൻ്റെ, കഅബാലയം എന്ന വീടിൻ്റെ രക്ഷിതാവിനെ. എന്നിട്ട് അല്ലാഹ് എന്താ പറഞ്ഞത്, അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. രണ്ട് കാര്യം, വിശപ്പിന് നിങ്ങൾക്ക് എന്ത് നൽകി, ഭക്ഷണം നൽകി. അതേപോലെ തന്നെ ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തു നൽകി, നിർഭയത്വം നൽകി. ഇത് അവർക്ക് കിട്ടിയത് എങ്ങനെയാണ്, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. ഇനി നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറഞ്ഞ എന്താ, മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവേ, ആ അഹ്ലുകാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കണ്ട, പിന്നെ ആർക്ക് കൊടുത്താൽ മതി, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എന്തായിരിക്കും ഇബ്രാഹിം നബി ഇങ്ങനെ പ്രാർത്ഥിക്കാനുണ്ടായ കാരണം? തഫ്സീറുകളിൽ വിശദീകരിക്കുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ തൊട്ടു മുമ്പുള്ള 124-ാമത്തെ ആയത്ത് നോക്കിയ നിങ്ങൾ. 124-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബീനെ അള്ളാഹ് എന്ത് ചെയ്തു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, താങ്കളെ നാം ഒരു ഇമാമാക്കി
മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി എന്ത് ചോദിച്ചു? ഖാല വമിൻ ദുർരിയത്തി, എൻ്റെ മക്കൾക്കും കൂടി കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം അല്ലാഹ് എന്താ മറുപടി കൊടുത്തത്? മക്കളിൽ അവിശ്വാസികൾക്ക് എന്ത് ചെയ്യൂല, ഇത് കിട്ടൂല. അപ്പം ഇബ്രാഹിം നബിയുടെ അടുത്ത പ്രാർത്ഥനയിൽ ഇബ്രാഹിം നബി എന്ത് ചെയ്തു? എല്ലാവർക്കും റിസ്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ അതൊരു മര്യാദകേടാകുമോ എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തു? പടച്ചവനിൽ വിശ്വാസമുള്ള, പരലോകത്തിൽ വിശ്വാസമുള്ളവർക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? ഇബ്രാഹിം നബിയുടെ മനസ്സിടുങ്ങിയത് കൊണ്ടല്ല. അതിൻ്റെ തൊട്ടു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു ഒന്ന് തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കണ്ട, എല്ലാവർക്കും അങ്ങനെ കിട്ടൂല. അതിനനുസരിച്ച് ഇബ്രാഹിം നബി എന്ത് ചെയ്തു? റിസ്ക് ചോദിച്ചപ്പോൾ മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞു. അപ്പം അള്ളാഹ് തിരുത്തി. ഖാല വമൻ കഫർ, സത്യനിഷേധികളായ ആളുകൾക്കും കൊടുക്കും. താങ്കൾ ഇമാമാക്കിയതുപോലെയല്ല, ഇമാമത്ത് എന്ന് പറയുന്ന സ്ഥാനം നൽകിയതുപോലെയല്ല റിസ്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നവനും അള്ളാഹുവിനെ ആരാധിക്കാത്തവനും, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനും അള്ളാഹുവിൽ അവിശ്വസിക്കുന്നവനും, മുസ്ലിമായവനും മുസ്ലിം അല്ലാത്തവനും എന്തു കൊടുക്കും? അള്ളാഹു റിസ്ക് കൊടുക്കും. അത് ആരുടെ ബാധ്യതയാണ്? അത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ അടിമകൾക്ക് എന്തു കൊടുക്കണം? അള്ളാഹു റിസ്ക് കൊടുക്കണം. അള്ളാഹു സൃഷ്ടിച്ച പടപ്പുകൾക്ക് റിസ്ക് കൊടുക്കുക എന്നുള്ളത് അതാരാണെങ്കിലും അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയാണ്. പക്ഷെ ഇമാമത്ത് നൽകുക, ഒരു ദീനിൻ്റെ ഒരു സ്ഥാനം നൽകുക എന്നത് എല്ലാവർക്കും നൽകണമെന്നത് അള്ളാഹിൻ്റെ ബാധ്യത അല്ല. അത് അവിടെ തിരുത്തി. അപ്പോൾ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് എന്തെല്ലാം കിട്ടണുണ്ടെന്ന് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓരോ വാക്കുകളിലും നമുക്ക് വലിയ മാതൃകയുണ്ട്. റിസ്ക് കൊടുക്കുമ്പോൾ അള്ളാഹു അവർക്ക് റിസ്ക് കൊടുക്കരുത് എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ പാടില്ല. അള്ളാഹിൻ്റെ ബാധ്യതയാണ്, അള്ളാഹ് കൊടുക്കും. ഇബ്രാഹിം നബി അത് പ്രാർത്ഥനപ്പോൾ ഇബ്രാഹിം നബിനെ തിരുത്താണ്. എന്നാൽ മതപരമായൊരു നേതൃസ്ഥാനം എല്ലാവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. അപ്പം അള്ളാഹു അതിൻ്റെ തൊട്ട് പിറകെ പറഞ്ഞു ഫഉമത്തിഉഹു. എന്താണ് പറഞ്ഞത്? ഫഉമത്തിഉഹു എന്ന് പറഞ്ഞു. ഉമത്തിഉഹു, മത്തഅ, യുമത്തിഉ. മത്തഅ എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖം അനുഭവിപ്പിച്ചു. യുമത്തിഉ സുഖം അനുഭവിപ്പിക്കുന്നു. ഉമത്തിഉഹു എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? ഞാൻ അവർക്ക് സുഖം അനുഭവിപ്പിക്കും എന്നാവും. ഉമത്തിഉഹു ഫഉമത്തിഉഹു. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു എന്തു കൊടുക്കും? സുഖം അനുഭവിപ്പിക്കും. ഖലീലൻ, കുറച്ച്, ഒരുപാടൊന്നും കൊടുക്കൂല, പിന്നെ കുറച്ച് കൊടുക്കും. എന്നിട്ട് എന്തു ചെയ്യും? സുമ്മ, പിന്നീട്. കാണുന്നുണ്ടോ? ഞാൻ എഴുതിയ വേർഡ് കാണുന്നുണ്ടോ? ഓക്കെ. പിന്നെന്താണ് പറഞ്ഞത്? അലുത്തൊറുഹു. അവിടെ ആ വേർഡ് എന്താണ്? എലുത്തൊറ എന്നാണ്. എന്താണ്? എലുത്തൊറ. എലുത്തൊരിറു. എലുത്തൊറ എന്ന് പറഞ്ഞാൽ നിർബന്ധിപ്പിച്ചൊരു കാര്യം ചെയ്യാൻ. അപ്പോൾ പിന്നീട് നാം അവരെന്ത് ചെയ്യും? സുമ്മ അലുത്തൊറുഹു ഇല അദാബിന്നാർ, നരകശിക്ഷയിലേക്ക് നാം അവരെന്ത് ചെയ്യും? നിർബന്ധിപ്പിച്ച് നാം എന്തു ചെയ്യും? കൊണ്ടുപോകും. അപ്പോൾ സത്യനിഷേധികളായ ആളുകൾക്ക് അള്ളാഹു ഈ ദുനിയാവിൽ എന്തു കൊടുക്കും? റിസ്ക് കൊടുക്കും. ആ റിസ്ക് കൊടുത്താൽ അള്ളാഹു എന്തു ചെയ്യും? പിന്നീട് അവരെ ആ റിസ്ക്കൊക്കെ ആസ്വദിപ്പിച്ചതിന് ശേഷം പിന്നെ എന്താ ചെയ്യുക? മരണാനന്തരം അവർക്ക് അവിശ്വസിച്ചതിൻ്റെ പേരിൽ ശിക്ഷ കൊടുക്കും. വിശുദ്ധ ഖുർആൻ ഈ വിഷയം മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. സൂറത്തു ലുഖ്മാനിൻ്റെ
23-24 വചനത്തിൽ അള്ളാഹ് സത്യനിഷേധികളോട് അള്ളാഹ് എങ്ങനെയാണ് ദുനിയാവിലും ആഖിറത്തിലും അവരോടുള്ള സമീപനം എങ്ങനെയാണ്. അതിലൊന്ന് പറയണം, നുമത്തിഉഹും ഖലീല, കുറച്ച് നാം അവർക്ക് സുഖം അനുഭവിക്കാൻ അവസരം കൊടുക്കും. സുമ്മ നളുത്തുറുഹും ഇലാ അദാബിൻ ഗലീദ്, പിന്നെ ഏറ്റവും മോശപ്പെട്ട ശിക്ഷയിലേക്ക് നാം അവരെ നിർബന്ധിപ്പിച്ച് കൊണ്ടുവരുന്നതാണ്. അപ്പം ഇത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും റിസ്ക് കൊടുക്കുക എന്നുള്ള അള്ളാൻ്റെ ബാധ്യതയിൽപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ റിസ്ക് ചിലപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കുറയാം കൂടാം മറ്റു വിശ്വാസികളെ അപേക്ഷിച്ച്. ആ കൂടുതലും കുറവും ഒരിക്കലും ഒരു വിശ്വാസിക്ക് എന്തല്ല, അത് പ്രയാസമല്ല. ഇപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യർസുഖു മൻ യശാ, അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് ചെയ്യും, റിസ്ക് നൽകും. മറ്റൊരിടത്ത് പറഞ്ഞു യബ്സുത്തു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നീട്ടിക്കൊടുക്കും. ചിലർക്ക് അള്ളാഹു എന്ത് ചെയ്യും, വയഖ്ദിർ, അത് ചുരുക്കി ഇത്തിരി ഇടുങ്ങിയ രൂപത്തിലാക്കും. എന്താണെങ്കിലും നമുക്ക് അള്ളാഹു റിസ്ക് നൽകുന്നത് കുറച്ച് ഇടുക്കമുള്ളതാകട്ടെ വിശാലമുള്ളതാകട്ടെ, നമുക്ക് മരണാനന്തരം ഒന്നിനെയും ഭയപ്പെടാനില്ല. പക്ഷെ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് കുറഞ്ഞാലും ശരി കൂടിയാലും ശരി അവർക്ക് മരണാനന്തരം എന്ത് ചെയ്യാനുണ്ട്, അവർക്ക് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് സുഖമല്ല, പിന്നെയോ ശിക്ഷയാണ്. ഇതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അവസാനം അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വബിസൽ മസീർ, അവർക്ക് മടങ്ങിച്ചെല്ലാനുള്ള സ്ഥാനം എത്രയോ മോശം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താണ്, നിർഭയത്വവും റിസ്ക്കും. ഇത് ഇബ്രാഹിം നബി ചോദിച്ചത് സ്വന്തം കുടുംബത്തിനും അഹ്ലിനും ഒരു നാടിനും വേണ്ടിയാണ്. അപ്പം നമ്മൾ നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും ചോദിക്കുന്നതോടൊപ്പം നമ്മുടെ നാടിന് വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ചോദിക്കണം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ പട്ടിണി കടന്നു വരാറുണ്ട്, പല നാടുകളിലും അല്ലേ, സാമ്പത്തിക മാന്ദ്യം കടന്നു വരാറുണ്ട്, ഭക്ഷണക്ഷാമം ഉണ്ടാകാറുണ്ട്, അതേപോലെ തന്നെ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യും. ഈ ഇമാറാത്ത് പോലും എത്രയോ ആളുകൾക്ക് ഇവിടെ ഫ്രീ ആയി താമസ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരുടെ നാടുകളിൽ അവർക്ക് താമസിക്കാൻ പറ്റാത്ത നാടുകളുണ്ട്, പല നാടുകളും പല രാജ്യങ്ങളും. അവർക്കൊക്കെ ഈ നാട് എന്ത് ചെയ്തിട്ടുണ്ട്, അഭയം നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ആ നാട്ടിൽ യുദ്ധമുണ്ട്, ഭക്ഷണമില്ല, അതേപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാടെപ്പോഴും സാമ്പത്തിക മാന്ദ്യം, പട്ടിണി, അതേപോലെ വർഗീയത, ഇതൊക്കെ നേരിടുമ്പോൾ നമ്മൾ നാടിനെപ്പറ്റി ഭയപ്പെടണം എന്ന് പറയാൻ കാരണം എന്താണ്, ആ നാടിൻ്റെ വരാനിരിക്കുന്ന സ്ഥിതി എന്തായിരിക്കും, പിന്നീട് വളരെ മോശമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. വരും തലമുറയെ കണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി എന്ത് ചെയ്തത്, ഇത് പ്രാർത്ഥിച്ചത്. ഇബ്രാഹിം നബി അവിടെ മകനെയും ഭാര്യയും ആക്കിയിട്ട് പോകുമ്പോൾ 2 ആളുകൾ അവിടെ ഉള്ളൂ, 2 ആളുകൾ. പക്ഷേ ഇനി നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ആ 2 ആളുകളിൽ നിന്ന് എന്തു ചെയ്യും, ഒരു രാജ്യം പിറവികൊള്ളും. അപ്പോൾ ആ രാജ്യത്തിന് വേണ്ടി കാലേ കൂട്ടി എന്ത് ചെയ്യാണ്, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു എന്നാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം കൂടി പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടി എനിക്ക് വ്യക്തമാകും. ഇനി അടുത്ത ആയത്ത് നോക്കൂ, 127-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, വഇദ് യർഫഉ ഇബ്രാഹിമു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉയർത്തിയ സന്ദർഭം നിങ്ങൾ ശ്രദ്ധിക്കണം. റഫഅ യർഫഉ എന്നാണ്, റഫഅ യർഫഉ റഫ്അൻ. റഫഅ എന്ന് പറഞ്ഞാൽ ഉയർത്തി, ഒരു കാര്യത്തെ ഉയർത്തുന്നതിനാണ് എന്ത് പറയുക, റഫഅ എന്ന് പറയാം. താഴെ നിന്ന് മേപ്പോട്ടൊരു കാര്യത്തെ ഉയർത്തുന്നതിന് എന്തു പറയും, റഫഅ, യർഫഉ റഫ്അൻ. അപ്പോൾ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉയർത്തുന്ന സന്ദർഭം അൽ ഖവാഇദ, ഖവാഇദ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഖവാഇദ്, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ദീനിൻ്റെ ഖായിദകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഫിഖ്ഹിൻ്റെ ഖായിദകൾ, അതായത് പ്രിൻസിപ്പിൾസ് എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലേ. പ്രിൻസിപ്പിൾസ് എന്താണ്, റൂൾസ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസ്, ഫൗണ്ടേഷൻ എന്നൊക്കെ പറയാനാണ്. ഇപ്പം
ദീനിൻ്റെ അല്ലെങ്കിൽ ഉസൂൽ ഫിഖ്ഹിൻ്റെ, ഉസൂൽ ഹദീസിൻ്റെ, ഇങ്ങനെ ഓരോ ശാസ്ത്രത്തിൻ്റെ, ഈ മതപരമായ ശാസ്ത്രത്തിൻ്റെയൊക്കെ ഖായിദകളെന്ന് പറയാറുണ്ട്, അടിസ്ഥാനങ്ങളെന്ന് പറയാറുണ്ട്. ആ ഖായിദയുടെ ജംആണെന്ത്? ഖായിദയുടെ ജംആണ്, പ്ലൂറലാണ് ഖവായിദ്. അടിത്തറകൾ അല്ലെങ്കിൽ അടിസ്ഥാനങ്ങൾ എന്നൊക്കെ പറയും. ബേസ്, ഫൗണ്ടേഷൻ, അതേപോലെ തന്നെ പ്രിൻസിപ്പിൾ എന്നൊക്കെയാണ് അതിന് അർത്ഥമുള്ളത്. അപ്പോൾ ഇവിടെ അടിത്തറകൾ എന്ന് പറഞ്ഞത് എന്തിൻ്റെ അടിത്തറയാണ്? മിനൽ ബൈറ്റ്സ്, അൽ ബൈറ്റ്സ്, അള്ളാഹുവിൻ്റെ കഅബയാകുന്ന ബൈത്തിൻ്റെ അടിത്തറകൾ എന്ത് ചെയ്തു? കെട്ടി ഉയർത്തി. പിന്നെ ഇസ്മായിൽ, അതിൻ്റെ കൂട്ടത്തിൽ ആരെയും കൂടി പറഞ്ഞു? ഇസ്മായിൽ നബിയെ കൂടി പറഞ്ഞു. അപ്പോൾ ആദ്യം ഇബ്രാഹീമിനെ പറ്റി പറഞ്ഞു, പിന്നെ ഇസ്മായിൽ എന്ന് പറഞ്ഞു. രണ്ടുപേരെ ഒരുമിച്ച് പറയാഞ്ഞത് എന്താണ്? രണ്ടുപേരെ ഒരുമിച്ച് പറഞ്ഞില്ല. അതിനെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്രാഹിം നബീനെ മുന്തിപ്പിച്ചു, ഇസ്മായിൽ നബീനെ എന്ത് ചെയ്തു? പിന്തിപ്പിച്ചു. കാരണം ഈ കഅബ കെട്ടി ഉയർത്താനുണ്ടായ കൽപ്പന ആരോടാണ്? ഇബ്രാഹിം നബിയോടാണ്. ഇബ്രാഹിം നബിയാണ് ആ ദൗത്യം ചെയ്തത്. പിന്നെ ആര് കൂട്ടത്തിൽ സഹായിച്ചു? ഇസ്മായിൽ അലൈഹിസ്സലാം സഹായിച്ചു. ഇബ്രാഹിം നബി വന്നിട്ട് ഇസ്മായിൽ നബിയോട് ഈ കാര്യം പറയുന്നുണ്ട്. അതും സ്വഹീഹുൽ ബുഖാരിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇസ്മായിൽ നബി എന്ത് ചെയ്തു? കല്ലുകൾ പിറക്കി കൊണ്ടുവന്ന് വാപ്പക്ക് കൊടുത്തു എന്നാണ്. അത് വാപ്പാൻ്റെ കയ്യിൽ കൊടുക്കും. വാപ്പ എന്ത് ചെയ്യും? അത് കയറി കെട്ടി ഓരോ മൂലയും ഓരോ വശവും എന്ത് ചെയ്തു? കെട്ടി ഉയർത്തി എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ആ ആയത്തിൽ ഇദ് യർഫഉ ഇബ്രാഹീമു എന്ന് പറഞ്ഞതിന് ശേഷം വ ഇസ്മായിലു എന്ന് ഉടനെ പറഞ്ഞില്ല. ആദ്യം പറഞ്ഞു വ ഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിലു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിൻ്റെ അടിത്തറകൾ പടുത്തുയർത്തിയപ്പോൾ, അല്ലെങ്കിൽ ഉയർത്തിയ സന്ദർഭം, വ ഇസ്മായിൽ, കൂട്ടത്തിൽ ആരുണ്ട്? ഇസ്മായിലും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പേരും ഒരുമിച്ച് ആ കഅബാലയം പടുത്തുയർത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വലിയ സന്ദേശമുണ്ട്. ഇബ്രാഹിം നബി ഒരു ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ഇബ്രാഹിം നബി അതിന് ഹെൽപ്പിന് വേണ്ടി ആദ്യം വിളിച്ചത് ആരെയാണ്? മോനെയാണ്, മകനെയാണ്. മതപരമായ ഏറ്റവും വലിയൊരു ദൗത്യം, ഈ ഭൂമിയുടെ മുകളിൽ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ദൗത്യമാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അള്ളാഹു ഈ ഭൂമിയിൽ സ്ഥാപിച്ച അള്ളാഹുവിൻ്റെ ബൈത്തുള്ളയുടെ അടിത്തറ, ബേസ് പടുത്തുയർത്തുക എന്നുള്ളത്. അതിനേക്കാളും വലിയൊരു നന്മ ഈ ഭൂമിയിലില്ല. ആ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ഇബ്രാഹിം നബി എന്താ ചെയ്തത്? ആദ്യം മകൻ്റെ അടുക്കൽ വന്നിട്ട് പറയണം, മോനെ, ഇങ്ങനെ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, നീ എന്നെ എന്ത് ചെയ്യണം? സഹായിക്കണം. അപ്പം ഈ ഒരു സംഭവം, അതിൽ നമുക്ക് കിട്ടുന്ന പാഠം എന്താ? നമ്മൾ ഏതൊരു നന്മക്കും നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുടുംബത്തെ കൂട്ടത്തിൽ കൂട്ടണം. നമ്മുടെ മക്കളെ എന്ത് ചെയ്യണം? സഹായത്തിന് കൂട്ടത്തിൽ കൂട്ടണം. നമ്മളെന്താണ് മഹാഭൂരിപക്ഷ ആളുകളും ചിന്തിക്കുക? മതപരമായ ഒരു കാര്യത്തിന് പോകുമ്പോൾ പൊതുവെ മക്കൾ എന്ത് ചെയ്യാറില്ല? വിളിക്കാറില്ല. അത് അവനെ വിളിച്ചാൽ അവന് താല്പര്യമൊന്നും ഉണ്ടാവില്ല, അവനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട, അവനെ കൂട്ടത്തിൽ കൂട്ടണ്ട എന്ന രൂപത്തിലാണ് ആളുകൾ പോവുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടി നമ്മൾ വളർത്തണം. നമ്മൾ എന്ത് ചെയ്യുന്നു ആ കൂട്ടത്തിൽ മക്കളെയും കൂടി ഒന്ന് ഭാഗവാക്കാക്കി നോക്കിയാൽ നമ്മൾ പിന്നെ അവനൊന്നും പറഞ്ഞു കൊടുക്കണ്ട, ഓട്ടോമാറ്റിക്കലി അവൻ എന്തു ചെയ്യും? ആ റൂട്ടിലേക്ക് വന്നോളൂ. ഇത് സമയത്ത് നമ്മുടെ മക്കളെ എന്തു ചെയ്യൂല? നമ്മൾ വിളിക്കൂല, ഉപയോഗപ്പെടുത്തൂല. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ദീനൊക്കെ പഠിച്ച് ഖുറാൻ ക്ലാസ്സിൽ നിന്ന് വീട്ടിൽ പോയിട്ട് പിന്നെ എന്തു ചെയ്യും? മകനോടൊരു ഖുറാൻ ക്ലാസ് നടത്തും. നടക്കൂല. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും എന്തു ചെയ്യൂല? നടക്കൂല. ആ ഖുറാൻ ക്ലാസ്സിന് മോനെയും കൂടി കൂട്ടത്തിൽ കൊണ്ടുപോകണം, ഭാര്യനെയും കൂടി കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ എന്നറിയോ, ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കേട്ട് ആവേശത്തിൽ സ്പിരിറ്റൊക്കെ ആയി നമ്മൾ ഭയങ്കര 100-100-ലായിരിക്കും, മൈലേജിലായിരിക്കും വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെല്ലുമ്പോൾ നേരെ സ്ഥിതി ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇത് അവിടെ എടുത്തിട്ട് അങ്ങോട്ട് കൊട്ടാൻ നോക്കും. ഇവിടെ നിന്ന് കിട്ടിയതൊക്കെ അവിടെ പോയിട്ട് അവരുടെ മുന്നിലാണ്ട് വാത് പറയാൻ നോക്കും. ഏക്കൂല. അപ്പം ആ ക്ലാസ്സിലേക്ക് ദീനിൻ്റെ ഒരു കാര്യത്തിനൊക്കെ പുറപ്പെട്ട് വരുമ്പോൾ മക്കളെയും കൂടി കൂട്ടണം, ഭാര്യയെ കൂട്ടണം. നമ്മൾ അവർക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അവർ നമ്മുടെ കൂട്ടത്തിൽ കൂടിയാൽ മതി.
നമ്മളാരാണെന്നും നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടത് എന്താണെന്ന് അവർക്ക് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ ഇബ്രാഹിം നബി തൻ്റെ മകനെ ഒരു നന്മയിൽ കൂട്ടി എന്നുള്ളത് നമ്മുടെ മക്കളെയും എല്ലാ നന്മകളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൂട്ടിപ്പിടിക്കണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കറിയാലോ. മൂസാ നബി അള്ളാഹ് പ്രവാചകനായി തിരഞ്ഞെടുപ്പം മൂസാ നബി എന്ത് ചെയ്തത്? മൂസാ നബിക്ക് ഒരു വിക്കുണ്ട്, സംസാരിക്കുമ്പോൾ എന്തുണ്ട്? വിക്കുണ്ട്. അപ്പോൾ മൂസാ നബീനേക്കാൾ നന്നായിട്ട് അഫ്സഹു കലാമാണ് ഹാറൂൻ. മൂസാ നബിയുടെ ബ്രദറാണ്, സഹോദരനാണ്. അപ്പോൾ മൂസാ നബി പറഞ്ഞു, റബ്ബേ എന്ത് ചെയ്യണം? എൻ്റെ സഹോദരനെ കൊണ്ട് എന്നെ എന്ത് ചെയ്യണം? ഒന്ന് ശക്തിപ്പെടുത്തണം. എൻ്റെ സഹോദരൻ ഹാറൂൻ നന്നായിട്ട് സംസാരിക്കും, അവനെ കൂടി എന്ത് ചെയ്യണം? പ്രവാചകനായിട്ട് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ മാത്രം പോലെ എൻ്റെ സഹോദരനും കൂടി നന്നാകണം. അപ്പോൾ സഹോദരനെ എന്ത് ചെയ്തു? മൂസാ നബി ഒരു നുബുവത്ത്. ഇപ്പം നമുക്കൊരു കിട്ടാക്കനി കിട്ടിക്കഴിയുമ്പോൾ എത്ര ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും എൻ്റെ സഹോദരനും കൂടി കിട്ടണമെന്ന്, അല്ലേ? ദുനിയാവിലൊരു വലിയ നിഅമത്ത് നമുക്ക് കിട്ടി, എത്ര പേർക്ക് ആഗ്രഹം ഉണ്ടാവും അതെൻ്റെ സഹോദരൻ, എൻ്റെ അനുജനും കൂടി കിട്ടണം എന്ന് എത്ര പേർക്കുണ്ടാവും? വളരെ കുറച്ച് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഈ ദുനിയാവിലൊരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയാണ് നുബുവത്ത്. ആ നുബുവത്ത് കിട്ടിയപ്പോൾ മൂസാ നബി പറഞ്ഞെന്താ? എൻ്റെ സഹോദരൻ ഹാറൂനും കൂടി കൊടുക്കണം, കാരണം അവൻ എന്നേക്കാൾ ഒരു കഴിവുണ്ട്, സംസാരിക്കാനുള്ള കഴിവ്. അങ്ങനെ സഹോദരനെയും കൂടി കൂട്ടിപ്പിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത് പ്രവാചകന്മാരുടെ ഒരു ശൈലിയാണ്. അവർക്ക് സ്വന്തമായ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് എനിക്ക് മാത്രം മതി എന്നുള്ളതല്ല, കുടുംബത്തിനും കിട്ടണം, ഭാര്യയ്ക്ക് കിട്ടണം, മക്കൾക്ക് കിട്ടണം. അതുകൊണ്ടാണ് എന്നെ ഇമാമാക്കി എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? പമിൻ ദുരിയത്തി, എൻ്റെ മക്കൾക്കും എന്ത് ചെയ്യണം? അത് കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം അവരെന്താണ് പറഞ്ഞത്? റബ്ബന തഖബ്ബൽ മിന്നാ, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ ഞങ്ങളിൽ നിന്ന് നീ അതെന്ത് ചെയ്യണം? സ്വീകരിക്കണം. ഇന്നക അൻത സമീഉൽ അലീം, തീർച്ചയായും നീ ആരാണ്? അസ്സമീഅ, എല്ലാം കേൾക്കുന്നവനാണ്, അൽ അലീം, എല്ലാം അറിയുന്നവനാണ്. നോക്കൂ, ഒരു വലിയ നന്മ അത് ചെയ്യാൻ ആരാ പറഞ്ഞത്? അല്ലാഹു. ആ ചെയ്ത കാര്യമാകട്ടെ ദുനിയാവിലെ ഏറ്റവും വലിയ നന്മയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി എന്ത് ചെയ്തു? റബ്ബന തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് പറഞ്ഞു. ഈ ആയത്തിനെ തെളിവ് പിടിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത് നന്മയാകട്ടെ, അള്ളാഹു കൽപ്പിച്ച ഏത് കാര്യമാകട്ടെ, അത് അള്ളാഹു സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പ്രതിഫലം കിട്ടുക. അത് അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിലോ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടൂല. അപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. അതൊരു വിശ്വാസി ഒരു നന്മ ചെയ്ത് കഴിയുമ്പോൾ ചെയ്യേണ്ട ഒരു മര്യാദയാണ്. ചില ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും, ഉംറ ചെയ്തിട്ടുണ്ടാവും, വലിയ നന്മകൾ ചെയ്തിട്ടുണ്ടാവും. ആ നന്മകൾ ചെയ്തതിൻ്റെ ഒരു ആത്മനിർവൃതി അവനിലുണ്ടാവും, ഒരു ആത്മാഭിമാനമുണ്ടാവും. ഞാൻ ഹജ്ജ് ചെയ്തല്ലോ, ഞാൻ ഉംറ ചെയ്തല്ലോ, ഞാൻ ആ കാര്യം ചെയ്തല്ലോ എന്നുള്ളത്. പക്ഷെ ആ ആത്മാഭിമാനത്തേക്കാൾ അവനുണ്ടാകേണ്ടത് എന്താണെന്നറിയോ? ഭയമാണ്. എന്താണ് ഉണ്ടാകേണ്ടത്? ഭയമാണ്. എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിച്ച ആളുകൾ. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചില ആളുകളുടെ ക്വാളിറ്റി വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ, ആ സൂറത്തുൽ മുഅ്മിനൂൻ എല്ലാവരും ഒന്ന് എടുക്കണം. സൂറത്തുൽ മുഅ്മിനൂൻ 23-ാമത്തെ ആയത്ത്, 23 സൂറത്ത്, 23-ാമത്തെ സൂറ. അതിൻ്റെ 60-ാമത്തെ ആയത്ത്. അതിൻ്റെ 56 മുതലുള്ള ആയത്തുകളുണ്ട്, പക്ഷെ അതിൻ്റെ 60-ാമത്തെ ആയത്ത് എടുത്താൽ മതി. 60-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹ് പറയുന്നുണ്ട്, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഈ ആയത്ത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ പറ്റി പറയാണ്. നല്ലവരായ വിശ്വാസികൾ അവർ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടി ചെയ്യുന്ന നന്മകളെയൊക്കെ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം എന്താണെന്നറിയോ? അവർ വല്ലദീന യുഅ്തൂന മാ ആതൗ,
അവർക്ക് നൽകിയതിൽ നിന്ന് അവരെന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് കൊടുക്കും. ദാനം ചെയ്യുന്നവരാ, സ്വതക്ക ചെയ്യുന്ന ആളുകളാണ്. എന്തൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ അവരെന്ത് ചെയ്യും? മറ്റുള്ളവർക്കും കൊടുക്കും. അതിന് തൊട്ട് മുകളിൽ കുറേ അവരുടെ ക്വാളിറ്റീസ് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അതിലേക്ക് പോകാത്തതാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, വജിലത്തു ഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയം വിറകൊള്ളുന്നവരായി, അവരുടെ ഹൃദയം പേടിക്കുന്നവരായി, അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവരല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണല്ലോ എന്ന് പേടിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യണത്? അവരല്ലാൻ്റെ മാർഗത്തിൽ സ്വതക്കകൾ കൊടുക്കണത്. അപ്പം ഇത് ഈ ആയത്ത് ഓതി കേട്ടപ്പോൾ ആയിഷ ബീവിക്ക് ആകെ ഒരു സംശയം. അവരല്ലാൻ്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കുമ്പോൾ അവർക്ക് നാളെ പരലോകത്തേക്ക് പോണതിനെ പറ്റി ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരാൾ സ്വതക്ക കൊടുക്കുന്നുണ്ട്, ഒരാൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയങ്ങൾ പേടിക്കുന്നു, അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ അള്ളാൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണെന്നുള്ള പേടിയുണ്ട്. ഈ പേടി എന്തിനാ അവർക്ക്? ആയിഷ ബീവി നബിയോട് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ എന്ന ആയത്ത്, ഹുവല്ലദീ യസ്രിഖു, അവൻ മോഷണം നടത്തുകയും, അതല്ലെങ്കിൽ വയസ്നി, അവൻ വ്യഭിചരിക്കുകയും, അതല്ലെങ്കിൽ വയശ്റബുൽ ഖംർ, അവൻ മദ്യം കുടിക്കുകയും, വഹുവ യഖാഫുല്ലാഹു അസ്സ വജല്ല, അതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹനെ ഭയപ്പെടുകയും ചെയ്യുകയാണോ? അവൻ മോഷണം നടത്തുന്നുണ്ട്, പക്ഷെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹനെ പേടിയുണ്ട്, പടച്ചവനെ കാണുന്നുണ്ടല്ലോ. വ്യഭിചരിക്കുന്നുണ്ട്, അവൻ്റെ മനസ്സിൽ അള്ളാഹനെ പേടിയുണ്ട്. അങ്ങനെയാണോ റസൂലേ ഈ ആയത്തിൻ്റെ ഉദ്ദേശം? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യാ ബിൻത സിദ്ദീഖ്, നബി വിളിക്കുകയാണ്, ഇല്ല സിദ്ദീഖിൻ്റെ മോളെ, അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? വലാകിന്നഹുല്ലദീ യുസല്ലി, ആ പറഞ്ഞ ആളുകൾ നമസ്കരിക്കുന്നുണ്ട്, വയസൂമു, അവൻ നോമ്പെടുക്കുന്നുണ്ട്, വയതസദ്ദഖു, അവൻ സ്വതക്ക കൊടുക്കുന്നുണ്ട്, വഹുവ യഖാഫുല്ലാഹു അസ്സ വജല്ല, അതോടൊപ്പം അള്ളാഹനെ ഭയപ്പെടുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാൻ പറ്റും, വലാകിന്നഹുമുല്ലദീന യുസല്ലൂൻ, അവർ നമസ്കരിക്കുന്നവരാണ്, വയസൂമു, നോമ്പെടുക്കുന്നവരാണ്, വയതസദ്ദഖുൻ, സ്വതക്ക കൊടുക്കുന്നവരാണ്, വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, അവരിൽ നിന്ന് അതൊക്കെ സ്വീകരിക്കപ്പെടുമോ എന്നവർ ഭയപ്പെടുന്നു. അതായത് നന്മകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നന്മ ചെയ്യുമ്പോൾ അവരുടെ ഇടയിലുള്ള ബേജാർ എന്താണ്? ഇതൊക്കെ അള്ളാഹ് സ്വീകരിക്കുമോ എന്നൊരു ഇടങ്ങേറ് നമുക്ക് ഉണ്ടാകണമെന്ന്. പണ്ഡിതന്മാർ നമ്മുടെ അമല് അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ എന്നതിൻ്റെ തെളിവായിട്ട് അവർ പറയണ ഒരു കാര്യം ഇതാണ്. നമ്മുടെ അമൽ അള്ളാഹ് സ്വീകരിച്ചോ ഇല്ലേ എന്ന് എങ്ങനെ നമുക്ക് ബോധ്യപ്പെടും? അതിന് പണ്ഡിതന്മാർ ഒന്നാമത്തെ ചെറുത്ത് വെക്കണത്, ആ അമല് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹു ഇത് സ്വീകരിക്കുമോ എന്ന ഒരു ആശങ്കയും പേടിയും നമുക്കുണ്ടാകണം. എന്നിട്ട് പേടിച്ചിട്ട് ആ പണി നിർത്തലാണോ? അല്ല, യുസല്ലൂൻ, അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, വയസൂമൂൻ, നോമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്, വയതസദ്ദഖൂൻ, സ്വതക്ക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവരുടെ മനസ്സിൽ എന്തുണ്ട്? പടച്ചോൻ ഇത് സ്വീകരിക്കുമോ? ഒരു ബേജാറ്. ഇവിടെ നമ്മളൊരു ഹജ്ജ് കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ഒരു ഉംറ കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്താ? ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു വലിയൊരു സ്വതക്ക കൊടുത്താൽ നമ്മുടെ സ്ഥിതി എന്താ? ഞാൻ കുറേ സ്വതക്ക കൊടുത്ത്, ഞാനൊരു ഹജ്ജ് കഴിഞ്ഞ്, ഞാനൊരു ഉംറ കഴിഞ്ഞ്, റമദാനിലൊരു ഖത്തം തീർത്ത് കഴിയുമ്പോൾ സ്വഹാബത്ത് ആഴ്ച ഖത്തം തീർക്കുമായിരുന്നു എന്നാണ്. നമ്മൾ വർഷത്തിലൊരു റമദാനിലൊരു ഖത്തം തീർക്കുമ്പോൾ ഒരു വല്ലാത്ത ആത്മനിർവൃതിയാണ്. അതുണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകണം? അള്ളാഹു ഇത് സ്വീകരിക്കുമോ എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? പടച്ചോനെ, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, ഞാൻ എല്ലാ നന്മകളും ചെയ്യുന്നുണ്ട്, നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹു ഇത് പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുന്നത് പോലെ അള്ളാഹു ഇത് ധൂളികളാക്കി കളയും. ചില ആളുകളെ പറ്റി അള്ളാഹ് പറഞ്ഞില്ലേ, അള്ളാഹു അതിനെ എന്ത് ചെയ്യും? വജഅൽനാഹു ഹബാഅൻ മൻസൂറ, അള്ളാഹ് ചില ആളുകളുടെ അമലുകൾ ധൂളികളാക്കി കളയും, പറത്തിക്കളയുമെന്നാണ്. അങ്ങനെ എൻ്റെ അമല് പോകുമോ? നമുക്ക് ഭയം ഉണ്ടാകണം. ഈ ഭയമുണ്ടാവുക എന്നത് ഒരു വിശ്വാസിയുടെ അമല് സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വലിയ ദൗത്യം ചെയ്തിട്ടാണ് അള്ളാഹിനോട് പറയുന്നത്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അപ്പോൾ നോക്കൂ,
നമ്മൾ ഏതൊരു നന്മ ചെയ്യുമ്പോഴും നമുക്കെന്തുണ്ടാകണം? നമുക്കൊരു പേടി ഉണ്ടാകണം. പടച്ചോനെ ഇത് അള്ളാഹു സ്വീകരിക്കുമോ? അതുപോലെ പ്രാർത്ഥിക്കണം, റബ്ബേ ഇത് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടി പടുത്തുയർത്തിയ കഅബാലയം അത് അള്ളാഹു സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അത് എന്തു വന്നാലും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ മനസ്സിലെ പേടി എന്താണ്? ഈ ഒരു ദൗത്യം ചെയ്തിട്ട് അള്ളാഹു ഇത് സ്വീകരിക്കാതെ എങ്ങാനും പോയാൽ പിന്നെ ദുനിയാവിൽ വേറൊരു പരലോകത്ത് ഇതിലും വലിയൊരു നഷ്ടം വരാനില്ല. കാരണം എന്താ? ദുനിയാവിൽ വെച്ച് ഏറ്റവും വലിയ നന്മയാണത്. ഇത് അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിലോ ഏറ്റവും വലിയ നഷ്ടക്കാരനായി എന്തു ചെയ്യും? നമ്മൾ മാറും. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊരു പണിയെടുത്തു, ഒരു നന്മ ചെയ്തു, എന്നിട്ട് അള്ളാഹു നാളെ പരലോകത്ത് സ്വീകരിച്ചിട്ടില്ലെങ്കിലോ അത് വലിയ നഷ്ടമാണ്. അതുകൊണ്ടാണ് ഷിർക്ക് ചെയ്ത് നാളെ പരലോകത്ത് വരുന്ന ആളുകളെപ്പറ്റി അള്ളാഹ് പറഞ്ഞപ്പോൾ അവരെപ്പറ്റി എന്താ പറഞ്ഞത്? അവർ വലിയ നഷ്ടക്കാരാണ്. അതേപോലെ തന്നെ വല തകൂനന്ന മിനൽ ഖാസിരീൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറയുകയാണ്, നബിയെ അള്ളാഹുൽ ഷിർക്ക് വെച്ചാൽ താങ്കൾ ആരായിത്തീരും? പരലോകത്ത് ഒരു വലിയ നഷ്ടം നേരിടും. കാരണം പ്രവാചകനാണ്, ഒരിക്കലും ഷിർക്ക് ചെയ്യൂല. പക്ഷേ അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ പ്രവാചകനാണെങ്കിൽ പോലും നഷ്ടം സംഭവിക്കും. അപ്പോൾ പ്രവാചകന്മാരൊക്കെ നന്മ ചെയ്യുമ്പോൾ ഭയപ്പെട്ടിരുന്നു, ഇത് അള്ളാഹു സ്വീകരിക്കുമോ എന്ന്. ആ ഭയപ്പാട് നമുക്കും ഉണ്ടാകണം. നോക്കൂ, അടുത്തൊരായത്തൂടി നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, വജഅൽന ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ, ഞങ്ങളെ നീ ആക്കണേ, മുസ്ലിമൈനിലക്. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബാലയും പടുത്തുയർത്തിയതിനു ശേഷം പറയാണ്, നിനക്ക് കീഴ്പ്പെടുന്ന ആളുകളാക്കി. മുസ്ലിമൈനി, മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരാൾ, മുസ്ലിമൈനി എന്ന് പറഞ്ഞാൽ രണ്ടാള്, മുസ്ലിമീൻ രണ്ടിൽ കൂടുതൽ. അപ്പോൾ നിനക്ക് കീഴ്പ്പെടുന്ന രണ്ട് മുസ്ലിങ്ങളാക്കി ഞങ്ങൾ എന്ത് ചെയ്യണം? മാറ്റണമേ. ആരിത് പ്രാർത്ഥിക്കണത്? ഒരു പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ രണ്ടുപേരെ മുസ്ലിങ്ങളാക്കണേന്ന്. അള്ളാഹുവിന് കീഴ്പ്പെട്ട ആളുകൾ. നമ്മളെപ്പോഴെങ്കിലും ഇങ്ങനെ മുസ്ലിമായി ജീവിച്ചുകൊണ്ടിരിക്കേണ്ട ഇടയിൽ അള്ളാഹുവേ നിനക്ക് കീഴൊതുങ്ങുന്നൊരു മുസ്ലിം ആക്കണേന്ന് നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കാം. അല്ല, ഈമാൻ വർദ്ധിപ്പിക്കണേന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അള്ളാഹുവിന് കീഴ്പ്പെടുന്നൊരു മുസ്ലിം ആക്കണേന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കാരണം എന്ന് വെച്ചാൽ മുസ്ലിം എന്ന വാക്കിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസാവഹിക്കുന്നവരെന്നാണ്. അള്ളാഹ് എന്ത് കൽപ്പിച്ചിട്ടുണ്ടോ അതനുസരിക്കുന്നവർ. അപ്പോൾ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും പറയുകയാണ്, ഞങ്ങളെ രണ്ടുപേരെ നീ ആരാക്കണം? മുസ്ലിമാക്കണം. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? മുസ്ലിമായി എപ്പോഴെങ്കിലും ജീവിച്ചിട്ട് കാര്യമില്ല, മരണം വരെ മുസ്ലിമായി ജീവിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നോക്കൂ, അതിനുശേഷം പറയുന്നു, വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഉമ്മത്തൻ മുസ്ലിമത്തൻ, മുസ്ലിമായ ഒരു സമുദായത്തെ, ഒരു ഉമ്മത്തിനെ നിനക്ക് നീ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. അപ്പോൾ മക്കളിൽ നിന്ന് എല്ലാവരെയും ചോദിച്ചോ? എന്താ ചോദിക്കാഞ്ഞത്? ഓൾറെഡി ആദ്യമേ അള്ളാഹ് തിരുത്തിയിട്ടുണ്ട്, എല്ലാ മക്കളെയും മുസ്ലിം ആക്കണേന്ന് ചോദിക്കാൻ പറ്റൂല. ഇമാമത്ത് കൊടുത്തപ്പോൾ തന്നെ എൻ്റെ എല്ലാ മക്കളെയും ഇമാമത്താക്കണേന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അള്ളാഹ് പറഞ്ഞില്ല. അതുകൊണ്ട് ഇബ്രാഹിം നബി അടുത്ത ചോദ്യത്തിൽ എന്ത് പറഞ്ഞു? വമിൻ ദുർരിയത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. എൻ്റെ മക്കളിൽ നിന്ന് മുസ്ലിമായ ഒരു സമൂഹത്തെ നീ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. അപ്പോൾ സ്വന്തം കുടുംബത്തിനും മക്കൾക്കും ഭാവി തലമുറക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഭാവി തലമുറക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. ഒരു മുസ്ലിമായ ഉമ്മത്തിനെ ഭാവിയിൽ ഉണ്ടാക്കണേന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഭാവി തലമുറക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ പണിയെടുക്കണം. നമ്മൾ പറയാറുണ്ട്, ചില ആളുകളെ കണ്ടിട്ട് പറയും, അവൻ്റെ വല്ലുപ്പ എന്ത് വലിയ മനുഷ്യനായിരുന്നു, എന്ത് നല്ല മനുഷ്യനായിരുന്നു, അവൻ്റെ വാപ്പ എന്ത് വലിയ മനുഷ്യനായിരുന്നു, അവൻ നടക്കണ കോലം കണ്ടില്ലേ, അവൻ്റെ കുടുംബം കണ്ടില്ലേ, അല്ലേ? നമ്മുടെ വരും തലമുറയെപ്പറ്റി മോശമായാൽ ആദ്യം പറയണത് നമ്മളെ പറ്റിയായിരിക്കും. നമ്മുടെ വല്ലുപ്പ, നമ്മുടെ വാപ്പ, നമ്മുടെ കുടുംബമൊക്കെ പറയും, അവരൊക്കെ നല്ല മനുഷ്യന്മാരായിരുന്നു, നീ എന്താ ഇങ്ങനായത്, നിൻ്റെ കുടുംബം എന്താ ഇങ്ങനായത്,
അല്ലേ? ഇപ്പോൾ വരും തലമുറക്കു വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ കഴിയണം. ഇബ്രാഹിം നബി ചെയ്ത വലിയൊരു ദൗത്യമാണ്. അതായത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇബ്രാഹിം നബിയുടെ പല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത്. ശ്രദ്ധിക്കണം, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇബ്രാഹിം നബിയുടെ പല പ്രാർത്ഥനകൾക്കും അള്ളാഹ് എന്ത് കൊടുത്തത്? ഉത്തരം കൊടുത്തത്. അപ്പം നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നൂറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കും അള്ളാഹു നമ്മുടെ തലമുറക്ക് തരിക, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും തരിക. അത് അടുത്ത ആഴ്ച കൂടി ഓതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, അതിനുശേഷം അള്ളാഹ് പറയണം, വഅരിന മനാസിക്കന. ഇബ്രാഹിം നബി ചോദിച്ചു, അരിന, ഞങ്ങൾക്ക് കാണിച്ചു തരണം, മനാസിക്കന. മനാസിക് ആരാധനാ കർമ്മങ്ങൾ. നുസുക്കിൻ്റെ ജംആണ് മനാസിക്. നുസുക്ക് എന്ന് കേട്ടിട്ടില്ലേ? ഉംറക്കൊക്കെ പോകുമ്പോൾ ആ കൂടി കേൾക്കണം എന്താണ്? ഇപ്പോൾ നുസുക്ക് ആപ്പിൽ രജിസ്റ്റർ ചെയ്തോന്ന് ചോദിക്കും അല്ലേ? എന്താ റൗളയിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു നുസുക്ക് ആപ്പ് വേണം. നുസുക്ക് അതിൻ്റെ ജംആണ് മനാസിക്. മനാസിക്. അല്ലാഹുവേ വഅരിന മനാസിക്കന, ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ, രീതികൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? നീ കാണിച്ചു തരണം. അപ്പം അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ രീതിയും രൂപവും ആരാണ് പറഞ്ഞു തരേണ്ടത്? അള്ളാഹുവാണ്. നമുക്കിഷ്ടമുള്ളതുപോലെ അള്ളാഹിനെ എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, അള്ളാഹിനെ ആരാധിക്കുമ്പോൾ എങ്ങനെ ആരാധിക്കണം? അള്ളാഹു സുബ്ഹാനഹു വതആല കാണിച്ചു തന്നതുപോലെ, ലാ യഅ്ബുദുല്ലാഹ ഇല്ലാ ബിമാ ശറഅ, മതം പഠിപ്പിച്ച് തന്ന രൂപത്തിലല്ലാതെ അള്ളാഹിനെ എന്ത് ചെയ്യാൻ പാടില്ല? ആരാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ അത് എന്തു വേണം? ഒരു ഷർത്ത്, രണ്ടാമത്തെ ഒരു ഷർത്ത് സുന്നത്തുണ്ടാകണം. പ്രവാചകൻ കാണിച്ചു തന്നതാക്കണം. ഒരു പ്രവാചകനോട് അള്ളാഹിനോട് പറയണം, അരിന മനാസിക്കന, കഅബാലയം പടുത്തുയർത്തി. എന്നിട്ട് ചോദിക്കുകയാണ്, ഇനി ഈ കഅബക്ക് ചുറ്റും ഇനി എന്താ ചെയ്യേണ്ടത്? എങ്ങനെ ആരാധനകൾ ചെയ്യേണ്ടത്? അള്ളാഹു നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഈ വാചകത്തെ പണ്ഡിതന്മാർ തെളിവ് പിടിച്ചത്, ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ആരാധനാ കർമ്മം ഉണ്ടാക്കി അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ അത് അള്ളാഹ് എന്ത് ചെയ്യൂല? സ്വീകരിക്കൂല. അത് ബിദ്അത്തായി മാറും. എന്താവും? ബിദ്അത്തായി മാറും. അപ്പം മതത്തിൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു സ്ഥലത്ത് പ്രത്യേകം എണ്ണം വെച്ച് സമയം വെച്ച് അതിനൊരു ഇബാദത്തിൻ്റെ അതിന് ഒരു രൂപം നൽകിയിട്ട് പറയാണ് ഇതിങ്ങനെ ചെയ്യണം. പറയുമ്പോൾ അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹയാണ്. പക്ഷെ പ്രത്യേക ഒരു എണ്ണവും വണ്ണവും രീതിയും സമയവും നിശ്ചയിച്ച് അതിനൊരു പ്രത്യേക ഫളില് കൊടുത്ത് ചെയ്യുമ്പോൾ അതെന്താ? ഒരു മതനിയമമാവും. അങ്ങനൊരു മതനിയമം ഉണ്ടാക്കാൻ മനുഷ്യന്മാർക്ക് എന്തില്ല? സ്വാതന്ത്ര്യമില്ല. അള്ളാഹിനെ ആരാധിക്കേണ്ട രൂപം എങ്ങനെയാണ്? അത് അള്ളാഹ് പറഞ്ഞു തരും. തവാഫ് ചെയ്യണം. ഒരാൾ പറയണേ 7 തവാഫ്, അത് ഇത്രയും ലോങ് യാത്ര ചെയ്ത് അവിടെ ചെന്നിട്ട് ഒരു 7 തവാഫ് ചെയ്യാനോ? ഒരു 14 ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാലോ? തവാഫ് നല്ലതാണ്, പക്ഷെ അതിൻ്റെ എണ്ണം 7 എന്ന് നിശ്ചയിച്ചത് ആരാണ്? അള്ളാഹുവാണ്. സഫാ മർവക്കിടയിലൂടെ 7 തവണ നടന്നു. അന്ന് ഹാജറ ബീവി ചെയ്ത ആ തവാഫ് ഈ 7 തവാഫുമായിട്ടൊന്നും ആവൂല. ഞാനൊരു 21 തവാഫ് ചെയ്യാം, സായി ചെയ്യാം എന്ന് പറഞ്ഞാലോ? ഹാജറ ബീവി സായി ചെയ്തത് 7 തവണയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അതേപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? സായി ചെയ്യുന്നുണ്ട്. ഒരാൾ പറയാണ്, നമ്മൾ ഈ മാർബിളിൻ്റെ മുകളിൽ കൂടി സൈഡിൽ സംസം വെള്ളമൊക്കെ കുടിച്ച് വളരെ ആശ്വാസത്തിൽ സായി ചെയ്താൽ ഇതൊന്നും ഹാജറ ബീവിയുടെ അടുക്കലേക്ക് എത്തൂല. അതുകൊണ്ട് ഞാനൊരു 21 ചെയ്യാം. നടക്കുമോ? പറ്റൂല. രാവിലെ എഴുന്നേറ്റിട്ട് ആകെ 2 റക്അത്ത് സുബഹി നിസ്കാരം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാതെ ലൊഹറും അസറൊക്കെ 4ആണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എങ്ങനെ വന്നാലും ഒരു 4 നിസ്കരിക്കണം. പറ്റുമോ? പറ്റൂല. 2 സുജൂദ് കൂടുതൽ കിട്ടുകയല്ലേ? നടക്കുമോ? നടക്കൂല. എത്ര സുജൂദ് കൂടുതൽ ചെയ്താലും എത്ര റക്അത്ത് കൂടുതൽ ചെയ്താലും അവിടെ ആര് കാണിച്ചു തരണം? അള്ളാഹുവും റസൂലും ശറഅാക്കി തരാത്ത ഒരു കാര്യം മതമാക്കി പുണ്യകർമ്മമാക്കി നമുക്ക് ചെയ്യാൻ അവകാശമില്ല. നമുക്ക് അവകാശമില്ല. മനസ്സിലായോ? അള്ളാഹിൻ്റെ ദീൻ എങ്ങനെയാകണമെന്ന് ആരാണ് തീരുമാനിക്കേണ്ടത്? നമ്മളല്ല, റസൂല് പോലുമല്ല.
അതുകൊണ്ടാണ് ഇബ്രാഹിം നബി പറഞ്ഞത് അരീന മനാസിക്കന, ഞങ്ങളുടെ ആരാധനകർമ്മം ഞങ്ങൾക്ക് കാണിച്ചതാ അല്ലാ എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി തീരുമാനിച്ചോ? കഅബാലയം പടുത്തുയർത്തിയിട്ട് മോനെ ഇസ്മായിലെ നമുക്ക് ഇന്ന ആരാധനാകർമ്മങ്ങൾ ചെയ്യണമെന്ന് വാപ്പയും മോനും കൂടി മീറ്റിംഗ് കൂടി തീരുമാനിച്ചോ? തീരുമാനിച്ചിട്ടില്ല. അപ്പം നബിമാർക്ക് പോലും അവകാശമില്ലാത്തൊരു കാര്യം നാട്ടിലെ പുരോഹിതന്മാർക്കുണ്ടാവോ? ഒരിക്കലും ഉണ്ടാകൂല. നോക്കൂ, അതിനുശേഷം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പറയാണ് വത്തുബ അലൈന താബ യതൂബു തൗബത്തൻ, താബ യതൂബു തൗബത്തൻ, അല്ലാഹുവേ ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ. നോക്കൂ, എല്ലാ നന്മകളും ചെയ്തു, മുസ്ലിമാക്കണമെന്ന് പറഞ്ഞു, ഞങ്ങളുടെ അമലുകൾ കാണിച്ചു തരണമെന്ന് പറഞ്ഞു, ആരാധനാകർമ്മങ്ങൾ കാണിച്ചു തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറയണേ ഞങ്ങളുടെ തൗബ നീ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അപ്പോൾ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇടയിലും നമ്മൾ എന്ത് ചെയ്യണം? പശ്ചാത്തപിക്കണം. അതായത് തെറ്റ് വന്നിട്ട് ഞാൻ പശ്ചാത്തപിക്കാന്നല്ല. ചില ആളുകൾ അങ്ങനെയാണല്ലോ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ഞാൻ തൗബ ചെയ്യണത്? ചില ആളുകളുടെ ചോദ്യമാണ്. ഞാൻ എന്തിനു തൗബ ചെയ്യണം? ഞാൻ വല്ല തെറ്റും ചെയ്തോ? ഒരു തെറ്റും ചെയ്യണ്ട, നമ്മൾ തൗബ ചെയ്യണം. തൗബ ചെയ്യുന്ന ആളുകൾ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ അള്ളാഹു പുറത്തു നിന്നിട്ടുണ്ടാവും പഴയ തിന്മകൾ, എന്നാലും ആ പഴയ തിന്മകളെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ചിലപ്പോൾ ഒരു തെറ്റിനെ തൊട്ട് അള്ളാഹിനോട് തൗബ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അള്ളാഹു ആ തൗബ സ്വീകരിച്ചോ ഇല്ലേന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം തൗബ ചെയ്യണം. ഇന്നക അൻത തവ്വാബുർ റഹീം, അള്ളാഹുവേ തീർച്ചയായും നീ ആരാണ്? തവ്വാബാണ്, റഹീമാണ്, ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ കാണിക്കുന്നവനുമാണ്. ഇനി അടുത്ത ആഴ്ച നോക്കൂ, അവിടെ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ വബഅസ് ഫീഹിം ബഅസ യബഅസു ബഅസൻ എന്ന് പറഞ്ഞാൽ നീ അയക്കണം. ബഅസ എന്ന് പറഞ്ഞാൽ അയക്കുക എന്നാണ്. ബഅസ നീ അയക്കണം, ഫീഹിം അവരിലേക്ക്, നീ മുസ്ലിമായ ഉമ്മത്തായി ഒരു സമൂഹത്തെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞല്ലോ, അവരിലേക്ക് റബ്ബെ നീ പിന്നീട് നീ അയക്കണം റസൂലൻ, റസൂലുമാരെ, മിൻഹും അവരിൽ നിന്ന്, യത്ലു അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുൽ കിതാബ് വൽ ഹിക്മ വയുസക്കീഹിം. നീ അവരിൽ നിന്നൊരു റസൂലിനെ തിരഞ്ഞെടുത്ത് അവർക്ക് നിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുന്ന, വേദഗ്രന്ഥം പഠിപ്പിക്കുന്ന, ഹിക്മത്ത് പഠിപ്പിക്കുന്ന, അവരെ സംസ്കരിച്ചെടുക്കുന്ന ഒരു റസൂലിനെ അയക്കണം. ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, നീ ഏറെ യുക്തിമാനും പ്രതാപശാലിയുമാണ്. ആ ആയത്ത് കുറച്ചുകൂടി വളരെ വിശദമായി വിശദീകരിക്കേണ്ടതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്കത് വിശദീകരിക്കാം. പക്ഷെ ഒരു കാര്യം കൂടി അതിലേക്ക് പറയട്ടെ. ഈ 3 ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ 3 ആയത്തിൻ്റെയും അവസാനം നിങ്ങളൊന്ന് നോക്കൂ. ഇന്നക അൻതസ് സമീഉൽ അലീം. രണ്ടാമത്തെ പ്രാർത്ഥനയിൽ ഇന്നക അൻതത് തവ്വാബുർ റഹീം. മൂന്നാമത്തെ പ്രാർത്ഥനയിൽ ഇന്നക അൻതൽ അസീസുൽ ഹക്കീം. ഈ 3 ആയത്തുകളെയും ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഇതിൻ്റെ അവസാനം, ഈ പ്രാർത്ഥനകളുടെയൊക്കെ അവസാനത്തിൽ ഇബ്രാഹിം നബി സ്വീകരിച്ച ഈ ശൈലി, അള്ളാഹുവിനോട് ഏതൊരു കാര്യമാണോ ചോദിക്കണത് ആ കാര്യത്തിനോട് സ്യൂട്ടായിട്ടുള്ള അള്ളാൻ്റെ നാമങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ചോദിക്കണം. തൗബയാണ് ചെയ്യണതെങ്കിൽ അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണെന്നുള്ള നാമങ്ങൾ മുന്നിൽ വെക്കണം. അതേപോലെ തന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ചോദിക്കണമെങ്കിൽ അള്ളാഹുവേ നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണല്ലോ, സമീ ആണല്ലോ, അലീമാണല്ലോ എന്ന് അള്ളാഹിനോട് ചോദിക്കണം. അള്ളാഹിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹിനോട് തേടിയാൽ അള്ളാഹു ഉറപ്പായും ഉത്തരം നൽകുമെന്നതിൻ്റെ ഉദാഹരണമാണേത്? ഇബ്രാഹിം നബിയുടെ ഈ പ്രാർത്ഥനകൾ. ഇൻഷാ അല്ലാഹ് അത് കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ 129-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലിനെ അയക്കണമെന്ന് പറഞ്ഞത് ഏത് റസൂലിനെയാണ്, ആരെ സംബന്ധിച്ചാണ് അവിടെ പറഞ്ഞത് എന്ന് നമുക്ക് വിശദമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? വിശദീകരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ, മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ അല്ലാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പാഠങ്ങൾ പഠിച്ചത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തിന് ശേഷം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലുകാരായി റബ്ബിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലാഹു സുബ്ഹാനഹു തആല നാം അനുഭവിക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. നമ്മുടെ ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അതിനൊക്കെ എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ രാജ്യത്തിന്, നമ്മുടെ കുടുംബം ജീവിക്കുന്ന നാടിന്, നാം ജീവിക്കുന്ന നാടിന് ഇസ്ലാമിൻ്റെ രാഷ്ട്രങ്ങൾ, ഇസ്ലാമിൻ്റെ ഭരണാധികാരികൾ ഭരണം നടത്തുന്ന രാജ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിർഭയത്വമുള്ള രാജ്യമാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് മാപ്പ് നൽകി അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിമായി മരണം വരെ ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകളാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.